തളിപ്പറമ്പിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി TK ഗോവിന്ദന്റെ ഭാര്യ KP രമണിക്കെതിരെ MV ജയരാജൻ. KP രമണിയെ പുറത്താക്കിയത് ഭർത്താവിന്റെ കൂടെ പോയതിനാണ്. തനിക്ക് ചോറ് തരുന്നത് പാർട്ടിയല്ല എന്നാണ് രമണി പറഞ്ഞത്. ചോറിന്റെ കണക്ക് രമണി പറയരുതായിരുന്നുവെന്നും MV ജയരാജൻ പറഞ്ഞു. TK ഗോവിന്ദൻ വർഗവഞ്ചകനാണ്. TK ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയായ രമണി എത്രയോ ദിവസം ശ്രീകണ്ഠാപുരം പാർട്ടി ഓഫീസിൽ വെച്ച് ഏരിയ കമ്മിറ്റി യോഗം കഴിഞ്ഞാൽ രമണി പാർട്ടിയുടെ ചോറ് തിന്നിട്ടുണ്ട്. രമണിയുടെ ഭർത്താവ് ഗോവിന്ദൻ മാഷ് പാർട്ടി മാറുന്ന സമയത്ത് ആ ദിവസം പത്രസമ്മേളനം നടത്തുന്ന ദിവസം ഉച്ചക്ക് മയിൽ പാർട്ടി ഓഫീസിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയി പാർട്ടിക്ക് എതിരായി പത്രസമ്മേളനം നടത്തി. അതുകൊണ്ട് ചോറിൻ്റെ കൂറല്ല, രാഷ്ട്രീയ കൂറാണ് അവർക്കുണ്ടായത്. അതുകൊണ്ടാണ് നടപടിയെടുത്തത്. പാർട്ടി ചോറല്ല താൻ കഴിക്കുന്നതെന്നും TK ഗോവിന്ദനാണ് തനിക്ക് ചോറ് തരുന്നതെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം UDF മണ്ഡലം കൺവെൻഷനിൽ പങ്കെടുത്ത ശേഷം KP രമണി പറഞ്ഞത്. അതുകൂടി നമുക്കൊന്ന് കേൾക്കാം. ഈ പുതിയ സാഹചര്യത്തിൽ മാഷ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം നിലപാട് ഉണ്ടായിട്ടുണ്ട്. ആ ഒറ്റപ്പെടുത്തൽ കുടുംബം കൂടിയില്ല എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. പക്ഷേ അത് സഹിക്കാൻ പറ്റാത്തതാണ്. ഞാൻ മാഷ ചോറല്ലേ മോനെ തിന്നുന്നത്. നമ്മൾ പാർട്ടീൻ്റെ ചോറൊന്നും തിന്നിട്ടില്ല. നമ്മൾ പാർട്ടി പ്രവർത്തനം 49 വർഷക്കാലമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ മാഷ ഒറ്റപ്പെടുത്തി. ആ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. കുടുംബം വരെ ഇല്ല എന്ന് ചർച്ച വിമർശനം വരുമ്പോൾ ഞാൻ സ്വമേധയാ ഞാൻ വീട്ടിൽ നിന്ന് വന്നതാണ്. അരുൺ പൂപ്പറമ്പയാണ് ചെയ്യുന്നത്. അരുൺ, ഈ തെരഞ്ഞെടുപ്പിൽ പല വാക്കുകൾ നമ്മൾ കേൾക്കുകയാണ്, അധിക്ഷേപ പരാമർശങ്ങളൊക്കെ കേൾക്കുകയാണ്. ഇപ്പോഴിതാ ഉണ്ട ചോറിന്റെ കണക്ക് വരെ പറയുന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തുന്നു. തളിപ്പറമ്പിലെ രാഷ്ട്രീയ ചർച്ചകൾ. അരുൺ പൂപ്പറമ്പ. വിനീത, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് തളിപ്പറമ്പിൽ നടന്ന UDF കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ട് TK ഗോവിന്ദന്റെ ഭാര്യയായിട്ടുള്ള CPMന്റെ ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിരുന്നു KP രമണി അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. അതായത് താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് TK ഗോവിന്ദനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് താൻ കഴിക്കുന്നത് TK ഗോവിന്ദന്റെ ചോറാണ്, അത് പാർട്ടിയുടെ ചോറല്ലല്ലോ എന്ന ഒരു പ്രതികരണമാണ് അന്ന് KP രമണി നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് പിന്നീട് പാർട്ടിയുടെ നടപടി ഉണ്ടായി. ആ പരിപാടിയിൽ പങ്കെടുത്തത് സംഘടനാ വിരുദ്ധ നടപടിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KP രമണിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യമുണ്ടായി. പാർട്ടി നടപടി സംബന്ധിച്ച പശ്ചാത്തലം ആണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ MV ജയരാജനോട് മാധ്യമങ്ങൾ ചോദിച്ചത്. അതിനിടെയാണ് MV ജയരാജന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത്. അതായത് KP രമണി പാർട്ടി ചോറ് ഉണ്ണാറില്ല എന്നതാണ് പറഞ്ഞത്. പക്ഷേ ശ്രീകണ്ഠാപുരം ഏരിയ കമ്മിറ്റി ഓഫീസിൽ അവിടെ ഏരിയ കമ്മിറ്റി യോഗങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു യോഗങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ KP രമണി പാർട്ടി ചോറ് ഉണ്ടിട്ടുണ്ട്. അത് നിരവധി തവണ പാർട്ടി ചോറ് ഉണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പാർട്ടി വിരുദ്ധ പരാമർശം നടത്തുന്നതിന് മുമ്പ് മയിൽ ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തി TK ഗോവിന്ദനും പാർട്ടി ചോറ് ഉണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചോറുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തേണ്ടതായിരുന്നു എന്നതാണ് ഈ MV ജയരാജന്റെ പ്രതികരണമുണ്ടായത്. അത് ഒരല്പം കടന്നുപോയി എന്ന തരത്തിലാണ് അത് വിലയിരുത്തപ്പെടുന്നത്. സ്വാഭാവികമായും ഈ പാർട്ടി പരിപാടികളിലും യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ എല്ലാവരും അവിടെ പാർട്ടി ഓഫീസുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. എന്തായാലും ഈ ഒരു സംഘടനാ നടപടി ഉണ്ടായതിനു ശേഷം ഇത്തരത്തിലൊരു അധിക്ഷേപ പരാമർശം നടത്തി എന്ന രൂപത്തിൽ ഒരുപക്ഷെ ഇത് വിലയിരുത്തപ്പെട്ടേക്കാം എന്നതാണ് മനസ്സിലാക്കുന്നത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് TK ഗോവിന്ദനെതിരായ പരാമർശവും അതോടൊപ്പം ഇപ്പോൾ രമണിയെ പുറത്താക്കിയതും അതിന് പിന്നാലെ വന്ന ഇരുവരുടെയും പരാമർശങ്ങളൊക്കെ തന്നെ.